KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. യൂണിറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ്. SYSന് പുതിയ 500 യൂണിറ്റുകൾ. ബാംഗ്ലൂരു സ്ഫോടനക്കേസ് വഴിത്തിരിവിലേക്ക് ആദ്യമായി മഅദനിയെ കാണുന്നത് കോടതിയിൽ വെച്ചെന്ന പ്രധാന സാക്ഷി. മർക്കസിന്റെ നേതൃത്വത്തിൽ പണ്ഡിതർക്കായി സംഘടിപ്പിക്കുന്ന പണ്ഡിത ദർസിന്റെ 4ാം ഘട്ടം വ്യാഴാഴ്ച. RSC UAE നാഷണൽ സാഹിത്യോത്സവ് നവംബർ 20-ന് ഷാർജയിൽ. മക്ക ദുരന്തത്തിൽ സന്തോഷിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട BJP നേതാവ് അറസ്റ്റിൽ. സംഘർഷാവസ്ഥ തുടരുന്ന മസ്ജിദുൽ അഖ്സയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. ലോകത്തിലെ മികച്ച സർവകലാശാലകളുടെ പട്ടികയിൽ ഇന്ത്യയിലെ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് യാത്ര ഇനി 2 ദിവസം കൂടി. വാർത്തകൾ വിശദമായി. 2008-ലെ ബാംഗ്ലൂരു സ്ഫോടനക്കേസിൽ PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനിക്കെതിരെ മൊഴി നൽകിയ പ്രധാന സാക്ഷി കൂറുമാറി. കുടക് സ്വദേശിയും ഇഞ്ചി കൃഷിക്കാരനുമായ റഫീഖാണ് മഅദനിക്ക് അനുകൂലമായി പ്രത്യേക NIA കോടതിയിൽ മൊഴി നൽകിയത്. പോലീസ് അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയാണ് സാക്ഷിയാക്കിയതെന്ന് റഫീഖ് കോടതിയിൽ പറഞ്ഞു. സ്ഫോടനക്കേസിൽ കുടുക്കുമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഭീഷണി. മഅദനിയെ നേരിൽ കണ്ടിട്ടില്ല, ആദ്യമായി കാണുന്നത് കോടതിയിൽ വെച്ചാണ്. അന്വേഷണ സംഘം ബലമായി ഇംഗ്ലീഷിൽ എഴുതിയ ഏതാനും ചില പേപ്പറുകളിൽ ഭീഷണിപ്പെടുത്തി ഒപ്പുവാങ്ങിയെന്നും റഫീഖ് മൊഴി നൽകി. മഅദനി താമസിച്ചിരുന്ന വാടക വീടിന്റെ ഉടമസ്ഥനും മലയാളിയുമായ ജോസ് വർഗീസ് കഴിഞ്ഞ ദിവസം മഅദനിക്ക് അനുകൂലമായി മൊഴി നൽകിയിരുന്നു. അതേസമയം പ്രഭാകരൻ എന്ന മറ്റൊരു സാക്ഷി മഅദനിക്കെതിരായ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കുടകിലേക്ക് ബാംഗ്ലൂരു സ്ഫോടന ഗൂഢാലോചനയ്ക്കായി മഅദനി കാറിലെത്തിയത് കണ്ടെന്നാണ് റഫീഖ് നേരത്തെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നത്. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം സാക്ഷി വിസ്താരം പൂർത്തിയാവാനുണ്ട്. പരപ്പന അഗ്രഹാര ജയിലിലെ പ്രത്യേക കോടതിയിൽ വിസ്താരം പുരോഗമിക്കുന്നതിനിടെയാണ് ബാംഗ്ലൂരു സിറ്റി സിവിൽ കോടതി കോംപ്ലക്സിലെ NIA കോടതിയിലേക്ക് വിചാരണ മാറ്റിയത്. സ്ഫോടനക്കേസിൽ ബാക്കിയുള്ള 90 സാക്ഷികളുടെ വിസ്താരം 2 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ സീതാറാം നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. ജൂലൈ 21-ന് തുടങ്ങിയ സാക്ഷി വിസ്താരം സെപ്റ്റംബർ 21-നകം പൂർത്തിയാക്കുമെന്നാണ് പ്രോസിക്യൂഷൻ തീരുമാനം. മഅദനിക്കെതിരായ കേസ് 4 മാസത്തിനകം തീർക്കണമെന്ന് 2014 നവംബർ 14-ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. ഇന്ത്യയിലെ 2 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോകത്തിലെ മികച്ച സർവകലാശാലകളുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടി. ബാംഗ്ലൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഡൽഹി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവയാണ് ഈ വർഷത്തെ ടോപ്പ് 200 ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 147ഉം 179ഉം റാങ്കുകളാണ് യഥാക്രമം സ്ഥാപനങ്ങൾക്ക് ലഭിച്ചത്. എന്നാൽ ഡൽഹി, മുംബൈ സർവകലാശാലകൾ പട്ടികയിൽ നിന്ന് പുറത്തായി. 2015-ലെ QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിലെ 14 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഉൾപ്പെട്ടത്. മസാച്യുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്കാണ് പട്ടികയിൽ 1ാം സ്ഥാനം. കേംബ്രിഡ്ജ്, സ്റ്റാൻഫോർഡ് സർവകലാശാലകളാണ് തൊട്ടുപിന്നിൽ. ആദ്യ 50 സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ലണ്ടൻ നഗരത്തിലെ 4 സർവകലാശാലകൾ ഇടം പിടിച്ചു. ഈ പദവി ലഭിക്കുന്ന ലോകത്തിലെ ഏക നഗരമാണ് ലണ്ടൻ. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് 40 അംഗ പട്ടികയിൽ ആദ്യമായി സ്ഥാനം നേടി. 34 രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ടോപ്പ് 200 ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. കോഴിക്കോട് മാനാഞ്ചിറക്ക് സമീപം സേവ് കരിപ്പൂർ എന്ന പ്രമേയത്തിൽ നടക്കുന്ന അനിശ്ചിതകാല സത്യഗ്രഹം അവസാനിപ്പിച്ചു. വിശദമായ റിപ്പോർട്ടിലേക്ക്. സേവ് കരിപ്പൂർ മുദ്രാവാക്യമുയർത്തി കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ 7 ദിവസമായി കോഴിക്കോട് മാനാഞ്ചിറയിൽ നടത്തിവന്ന അനിശ്ചിതകാല സത്യാഗ്രഹം അവസാനിപ്പിച്ചു. വിമാനത്താവളം റീകാർപ്പറ്റിംഗിനും റൺവേ ശക്തിപ്പെടുത്തുന്നതിനും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്ന് അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചതെന്ന് സമരസമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കരിപ്പൂർ വിമാനത്താവളം 4.5 മാസമായി റീകാർപ്പറ്റിംഗിന്റെ ഭാഗമായി അടച്ചിട്ട് റൺവേ വികസനം വൈകിച്ച് വിമാനത്താവളം ഇല്ലാതാക്കാൻ നടക്കുന്ന ഗൂഢാലോചന ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടാൻ സമരം സഹായിച്ചെന്ന് കാലിക്കറ്റ് ചേംബർ പ്രസിഡന്റ് പി ഗംഗാധരൻ പറഞ്ഞു. വിമാനത്താവളം സംരക്ഷിക്കാനും വികസന പ്രവർത്തനം ത്വരിതപ്പെടുത്താനും ബഹുജനത്തെ സംഘടിപ്പിച്ചിട്ടുള്ള പ്രക്ഷോഭത്തെക്കുറിച്ച് ആലോചിക്കാൻ കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ജനപ്രതിനിധികളെയും സാമൂഹിക, സാംസ്കാരിക, പ്രവാസി സംഘടനാ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി ബഹുജന കൺവെൻഷൻ സംഘടിപ്പിക്കും. 7ാം ദിവസത്തെ സമര പരിപാടികൾ എ പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ സത്യാഗ്രഹികളെ ഹാരമണിയിച്ചു. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. മക്കയിൽ ക്രെയിൻ ദുരന്തത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട BJP നേതാവ് അറസ്റ്റിൽ. BJPയുടെ തമിഴ്നാട് ഘടകത്തിന്റെ ടെക്സൽ എക്സിക്യൂട്ടീവ് അംഗം ബി വേൽമുരുകനാണ് അറസ്റ്റിലായത്. മധുര സ്വദേശിയായ ഇയാൾ 11-നുണ്ടായ മക്ക ദുരന്തത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിടുകയായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ അജ്മീർ അലി എന്നയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വേൽമുരുകന് അറസ്റ്റ് ചെയ്തത്. മക്കയിൽ കൊല്ലപ്പെട്ടത് തന്റെ അയൽവാസികളാണെങ്കിൽ പോലും സന്തോഷിക്കുമെന്ന് ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്നാൽ സംഭവം വിവാദമായതോടെ പോസ്റ്റ് നീക്കം ചെയ്തു. അതേസമയം മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന മറ്റ് നിരവധി പോസ്റ്റുകൾ ഇപ്പോഴും ഇയാളുടെ ഫേസ്ബുക്ക് വാളിലുണ്ട്. ഇന്ത്യയെ സ്നേഹിച്ച ഏക മുസ്ലിം മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമാണെന്നും ഇന്ത്യ തിരിച്ചു സ്നേഹിച്ച ഏക മുസ്ലിം കലാമാണെന്നും പറയുന്ന മറ്റൊരു പോസ്റ്റും മുരുകന്റെ ഫേസ്ബുക്ക് വാളിലുണ്ട്. MM കാൽബുർഗിയുടെ കൊലപാതകത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ബജ്റംഗ് ദൾ നേതാവ് ഭവിത് ഷെട്ടിയും കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP. ജയ്പൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വിഷയത്തെപ്പറ്റി അതിവിദഗ്ധർ എന്ന രീതിയിൽ മോദി വലിയ പ്രഭാഷണം നടത്തും. എന്നാൽ പ്രസംഗത്തിൽ പറയുന്ന വിഷയങ്ങളിൽ ശരിയായ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തിനാവുന്നില്ലെന്നും തരൂർ പറഞ്ഞു. രോഗം എന്താണെന്ന് കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ നിർദ്ദേശിക്കാൻ കഴിയാത്ത ഡോക്ടറെക്കൊണ്ട് കാര്യമില്ലെന്നും തരൂർ പ്രസംഗത്തിൽ വിമർശിച്ചു. ഇന്ത്യയിൽ രാഷ്ട്രത്തിനാണ് സൈനിക ശക്തിയുള്ളത്. എന്നാൽ പാകിസ്ഥാനിൽ സൈന്യത്തിന്റെ പക്കലാണ് രാഷ്ട്രമുള്ളത്. രാജ്യത്തെ പ്രതിരോധിക്കാനാണ് ഇന്ത്യയിൽ ഒരാൾ സൈന്യത്തിൽ ചേരുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ രാജ്യം ഭരിക്കാനാണ് സൈന്യത്തിൽ അണിനിരക്കുന്നത്. അവിടെയെല്ലാം നിയന്ത്രിക്കുന്നത് പട്ടാളമാണെന്നും തരൂർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ യാത്രാപാതകൾ തുറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മതരാഷ്ട്രത്തിനായുള്ള അജണ്ടകൾ ഇന്ത്യയിൽ പൂർവോപരി ശക്തമായി നടക്കുന്നതിനിടെ അയൽരാഷ്ട്രമായ നേപ്പാളിൽ നിന്ന് ഒരു ശുഭവാർത്ത. രാഷ്ട്രത്തിന് ഹിന്ദുമതത്തിന്റെ മേൽവിലാസം വേണ്ടെന്ന് നേപ്പാൾ നിയമനിർമ്മാണ സഭ തീരുമാനമെടുത്തു. ഭരണഘടനയിൽ നിന്ന് മതേതരത്വം ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് സഭ വോട്ടിനിട്ട് തള്ളിയത്. നിർദ്ദേശത്തെ 3-2 സഭാംഗങ്ങളും എതിർത്തു. രാജഭരണകാലത്ത് ഹിന്ദു രാഷ്ട്രമായിരുന്ന നേപ്പാൾ അത് തകർന്നതിനുശേഷം 2006-ലാണ് മതേതര രാഷ്ട്രമായത്. തിരികെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നിരാകരിക്കപ്പെട്ടത്. കരട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് ഈ നിർദ്ദേശം ഉയർന്നുവന്നത്. ഹിന്ദു അനുകൂല ഗ്രൂപ്പായ രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി നേപ്പാൾ ആണ് ഈ നിർദ്ദേശം മുന്നോട്ടുവച്ചത്. ഭരണഘടനയുടെ 4-ാം വകുപ്പായ മതേതരത്വം എടുത്തുകളഞ്ഞ് പകരം ഹിന്ദു രാഷ്ട്രം പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു ആവശ്യം. നിർദ്ദേശം തള്ളാൻ വോട്ടെടുപ്പ് വേണ്ടിവന്നില്ല. 601 അംഗങ്ങളിൽ 21 പേർ മാത്രമാണ് നിർദ്ദേശത്തെ പിന്താങ്ങിയത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഇനി 2 ദിവസം കൂടി എയർ ഇന്ത്യ ഹജ്ജ് വിമാന സർവീസ് നടത്തും. 4 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നും നാളെയും ഓരോ സർവീസും 17-ന് 2 സർവീസുകളുമാണ്. 3 ദിവസത്തെ 4 സർവീസുകളിലായി 1223 പേർ ഹജ്ജ് കർമ്മത്തിന് യാത്ര തിരിക്കുന്നുണ്ട്. ഇത്തവണത്തെ ഹജ്ജ് യാത്രയ്ക്ക് 7000-ഓളം പേർക്കാണ് കേരളം, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിലായി അവസരം ലഭിച്ചിട്ടുള്ളത്. ആദ്യ ലിസ്റ്റിൽ 6500 പേർക്കാണ് അവസരം കിട്ടിയത്. വെയിറ്റിംഗ് ലിസ്റ്റിലെ 500-ഓളം പേർക്കും ഹജ്ജിന് അവസരം ലഭിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 2-ന് ആരംഭിച്ച ഹജ്ജ് യാത്ര 17-ന് അവസാനിക്കും. ഇത്തവണ മക്കയിലേക്ക് നേരിട്ടാണ് ഹാജിമാരുടെ യാത്ര. മദീന വഴി കർമ്മങ്ങൾ നിർവഹിച്ച് ഒക്ടോബർ 15 മുതൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി നാട്ടിലേക്ക് തിരിക്കും. ഇന്നലെ വരെ എയർ ഇന്ത്യ നടത്തിയ 16 ഹജ്ജ് വിമാന സർവീസുകളിലായി 5781 പേർ യാത്ര തിരിച്ചു. ഇനി പോകാനുള്ള 1223 പേരിൽ 340 പേർ ഇന്ന് പുറപ്പെട്ടു. എയർ ഇന്ത്യയുടെ AI-5433 വിമാനത്തിൽ 165 പുരുഷന്മാരും 175 സ്ത്രീകളുമാണ് ഇന്ന് പുറപ്പെട്ടത്. കണ്ണൂർ 2, കോഴിക്കോട് 132, മലപ്പുറം 118, പാലക്കാട് 7, തൃശൂർ 14, കൊല്ലം 2, എറണാകുളം 1, ഇടുക്കി 1, പത്തനംതിട്ട 11, തിരുവനന്തപുരം 37, വയനാട് 13 എന്നിങ്ങനെയാണ് യാത്രക്കാരുള്ളത്.
ഇന്നലെ ഉച്ചയ്ക്ക് 1:40 പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI-5431 വിമാനത്തിൽ 167 പുരുഷന്മാരും 173 സ്ത്രീകളും ഒരു വളണ്ടിയറുമടക്കം 341 പേരാണ് യാത്ര ചെയ്തത്. കൊല്ലം 20, കോട്ടയം 14, കോഴിക്കോട് 112, മലപ്പുറം 190, കാസർകോട് 2, ലക്ഷദ്വീപ് 2 എന്നിങ്ങനെയാണ് യാത്രക്കാരുണ്ടായിരുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള ഇത്തവണത്തെ ഹജ്ജ് യാത്രയിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാണ് പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഇന്നലെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ക്യാമ്പ് സന്ദർശിച്ചു. സംഘർഷാവസ്ഥ തുടരുന്ന മസ്ജിദുൽ അഖ്സയ്ക്ക് സമീപം 3-ാം ദിവസവും ഫലസ്തീനികളും ഇസ്രായേൽ പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പള്ളിയുടെ മുകളിൽ ഇസ്രായേൽ പോലീസ് കയറിയതാണ് സംഘർഷത്തിന് കാരണം. സംഘർഷത്തിൽ 17 ഫലസ്തീനികൾക്ക് പരിക്കേറ്റതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇസ്രായേൽ പോലീസ് ഫലസ്തീനികൾക്ക് നേരെ റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ചതിനെ തുടർന്ന് ഫലസ്തീനികൾ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ പള്ളിക്കകത്ത് ടിയർ ഗ്യാസും ഗ്രാനേഡും പ്രയോഗിക്കുകയും പള്ളിക്ക് കേടുപാടുകളുണ്ടാക്കുകയും ചെയ്തിരുന്നു. സംഘർഷങ്ങളുടെ പേരിൽ വിശുദ്ധ ഗേഹത്തിലേക്കുള്ള പ്രവേശം തടയാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയുണ്ടെന്ന് കരുതപ്പെടുന്നു. തീവ്ര ജൂത വിഭാഗങ്ങൾ പള്ളിയിൽ പ്രവേശനത്തിനും ജൂത പ്രാർത്ഥനാ കേന്ദ്രത്തിനും വേണ്ടി ദീർഘകാലമായി മുറവിളി കൂട്ടുന്നുണ്ട്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. ICF സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായി ICF മിഡിൽ ഈസ്റ്റ് ഘടകം ഗൾഫ് രാജ്യങ്ങളിൽ നടപ്പിലാക്കി വരുന്ന തഖ്വിയയുടെ ദമ്മാം സെൻട്രൽ തല ഉദ്ഘാടനം ICF മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റ് ആറ്റോക്കോയ തങ്ങൾ പകര നിർവഹിച്ചു. ആത്മസംസ്കരണം, ആദർശം, സംഘാടനം എന്നീ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് ICF പ്രവർത്തകർക്ക് നൽകുന്ന പരിശീലനമാണ് തഖ്വിയ. ദമ്മാം ICF ഹാളിൽ നടന്ന ചടങ്ങിൽ തഖ്വിയ സ്ക്രീനിംഗ് ചെയർമാൻ അഹമ്മദ് കുട്ടി സഖാഫി അധ്യക്ഷത വഹിച്ചു. ഉസ്മാൻ സഖാഫി മുത്തേടം, നിസാർ കാട്ടിൽ, അബ്ദുറഹ്മാൻ സഖാഫി എന്നിവർ പ്രസംഗിച്ചു. ഒരു മാസമായി ദുബായിൽ ആശുപത്രിയിലായിരുന്ന മലപ്പുറം തിരൂർ ഏഴൂർ സ്വദേശി സുധീഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ICF സാന്ത്വനം പ്രവർത്തകരുടെ ഇടപെടലാണ് സുധീഷിന്റെ യാത്രയ്ക്ക് തുണയായത്. കഴിഞ്ഞ മാസം 7-ന് കൂട്ടുകാരോടൊപ്പം മാംസാർ ബീച്ചിൽ കുളിക്കുന്നതിനിടെ കാലുതെന്നി വീണ് സുധീഷ് കിടപ്പിലാവുകയായിരുന്നു. കൈകാലുകൾ തളരുകയും സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്ത സുധീഷ് ആശുപത്രിയിൽ തന്നെയായിരുന്നു. ഷാർജ ഗൾഫ് സ്റ്റാർ കമ്പനിയിൽ അക്കൌണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു സുധീഷ്. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയിട്ടും ആശുപത്രി ബിൽ അടയ്ക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് ICF സാന്ത്വനം പ്രവർത്തകർ ഇടപെട്ടത്. ഒരു നഴ്സിന്റെ സഹായത്തോടെയാണ് സുധീഷിനെ നാട്ടിലേക്ക് കൊണ്ടുപോയത്. അബുദാബിയിൽ ജോലി ചെയ്യുന്ന സഹോദരൻ സുഭാഷും കൂടെയുണ്ട്. പിതാവ് സോമൺ 40 വർഷത്തോളം UAEയിൽ ജോലി ചെയ്തിരുന്നു. സംസാരിക്കാൻ വയ്യാതായിരുന്നിട്ടും ഏറെ ക്ലേശിച്ച് ICF സാന്ത്വനത്തിന് നന്ദി പറഞ്ഞാണ് സുധീഷ് മടങ്ങിയത്. സാന്ത്വനം പ്രവർത്തകരായ ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി, നസീർ ചാലിയകത്ത്, നവാസ് പുത്തൻപള്ളി എന്നിവർ സുധീഷിനെ യാത്രയക്കാൻ എത്തിയിരുന്നു. റിസാല സ്റ്റഡി സർക്കിൾ 7ാമത് UAE നാഷണൽ സാഹിത്യോത്സവ് നവംബർ 20-ന് ഷാർജയിൽ നടക്കും. യൂണിറ്റ്, സെക്ടർ, സോൺ തല സാഹിത്യോത്സവങ്ങളിൽ നിന്നും വിജയികളായ 500 പ്രതിഭകളാണ് ദേശീയ തലത്തിൽ മാറ്റുരക്കുക. നാഷണൽ സാഹിത്യോത്സവിന്റെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ഇന്ത്യൻ അസോസിയേഷനിൽ നടന്ന സംഗമത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ICF ദേശീയ പ്രസിഡന്റ് മുസ്തഫ ദാരിമി കടാങ്കോട് പ്രഖ്യാപനം നടത്തി. അബൂബക്കർ സിഹരി അധ്യക്ഷത വഹിച്ചു. MA അബ്ദുൽ ലത്തീഫ്, അബ്ദുൽ അസീസ് സഖാഫി മമ്പാട്, ഷെരീഫ് കാരശ്ശേരി, കബീർ മാസ്റ്റർ, EPM കുട്ടി തുടങ്ങിയവർ ആശംസകളർപ്പിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുളികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുളികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. ഇസ്ലാമിക പ്രസാധന രംഗത്ത്
മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മെമ്പർഷിപ്പ് ക്യാമ്പയിനോടനുബന്ധിച്ച് സമസ്ത കേരള സുന്നി യുവജന സംഘം SYSന് പുതിയ 500 യൂണിറ്റുകൾ. വിശദമായ റിപ്പോർട്ടിലേക്ക്. സുന്നി സംഘശക്തിയുടെ ജീവഘടകവും ജനകീയ മുഖവുമായ SYSന് മെമ്പർഷിപ്പ് ക്യാമ്പയിനോടനുബന്ധിച്ച് പുതിയ 500ഓളം യൂണിറ്റുകൾ നിലവിൽ വരുമെന്ന് സംസ്ഥാന അവലോകന യോഗം വിലയിരുത്തി. ചരിത്രം കുറിച്ച 60ാം വാർഷിക സമ്മേളനവും സാന്ത്വനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സംഘടന നടത്തുന്ന പുതിയ മുന്നേറ്റങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സർവ്വതല സ്പർശിയായ ദഅ്വാ കാൽവെപ്പുകളുമാണ് പുതിയ യൂണിറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവിന് കാരണമെന്ന് യോഗം വിലയിരുത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി, ഇലക്ഷൻ ചീഫ്, ജില്ലാ നിരീക്ഷകർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ സ്റ്റേറ്റ് ഇലക്ഷൻ ഡയറക്ടറേറ്റ് ചെയർമാൻ സയ്യിദ് ത്വാഹ സക്കാഫി അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, മജീദ് കക്കാട്, N. അലി അബ്ദുള്ള, മുഹമ്മദ് പറവൂർ, മുസ്തഫ കോഡൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. സോൺ ജനറൽ സെക്രട്ടറി, ചീഫ് നിരീക്ഷകർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജില്ലാ അവലോകന യോഗങ്ങൾ ഈ മാസം 20-നകവും സർക്കിൾ ജനറൽ സെക്രട്ടറി, ചീഫ് നിരീക്ഷകർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സോൺ അവലോകന യോഗങ്ങൾ 25-നകവും നടക്കും. യൂണിറ്റ് ഘടകങ്ങൾ തയ്യാറാക്കിയ മെമ്പർഷിപ്പ് സാധ്യതാ ലിസ്റ്റ്, യൂണിറ്റ് പഠനമുറി ക്യാമ്പുകൾ എന്നിവ അവലോകന വിധേയമാക്കും. 21-27 കാലയളവിലെ അംഗത്വ ക്യാമ്പയിൻ, 27ലെ മെമ്പർഷിപ്പ് ഡേ, അപ്ലോഡിംഗ് തുടങ്ങിയവ കാര്യക്ഷമമാക്കാനുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്യും. റഫീഖ് നരിക്കുനി, KMAC ന്യൂസ്, കോഴിക്കോട്. ധർമ്മ പതാകയേന്തുക എന്ന ശീർഷകത്തിൽ നടക്കുന്ന SYS മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവലോകനം ചെയ്യുന്നതിനുള്ള നേതൃസംഗമം നാളെ നടക്കും. വൈകിട്ട് 3-ന് കോഴിക്കോട് ജില്ലാ ദഅ്വാ സെന്ററിൽ ചേരുന്ന സംഗമത്തിൽ പഠനമുറി യൂണിറ്റ് ക്യാമ്പുകളുടെ പ്രവർത്തനവും അവലോകനം ചെയ്യും. SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ ഉദ്ഘാടനം ചെയ്യും. സോൺ ജനറൽ സെക്രട്ടറി, ED ചീഫ്, സോൺ നിരീക്ഷകർ എന്നിവരാണ് സംഗമത്തിൽ പങ്കെടുക്കുക. ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി അധ്യക്ഷത വഹിക്കുമെന്ന് ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം അറിയിച്ചു. മർക്കസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ മതപണ്ഡിതർക്കായി സംഘടിപ്പിക്കുന്ന പണ്ഡിത ദർസിന്റെ 4ാം ഘട്ടം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30-ന് മർക്കസ് ലൈബ്രറി കൺവെൻഷൻ സെന്ററിൽ നടക്കും. ദർസിന് കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഖതീബുമാർ, ഇമാമുമാർ, മുദരിസുമാർ തുടങ്ങിയവർ ഇതിനകം മർക്കസ് പണ്ഡിത ദർസിൽ പങ്കെടുത്തു കഴിഞ്ഞു. സമകാലിക കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ വിശദമായ പഠനങ്ങളാണ് ആഴ്ചതോറും സംഘടിപ്പിക്കുന്ന പണ്ഡിത ദർസിൽ നടക്കുന്നത്. സംശയ നിവാരണത്തിനും അവസരമുണ്ട്. ഉലുഹിയത്ത്, ബലിപെരുന്നാൾ, ഹക്കീക്കത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ദർസാണ് വ്യാഴാഴ്ച നടക്കുന്നത്. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന ശീർഷകത്തിൽ 2016 ഏപ്രിൽ മെയ് കാലയളവിൽ നടക്കുന്ന SSF യൂണിറ്റ് സമ്മേളനത്തിന്റെ ഫാറൂഖ് ഡിവിഷൻ തല പ്രഖ്യാപനം SYS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി നിർവഹിച്ചു. പ്രഖ്യാപന സംഗമം SSF മുൻ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുസ്സമദ് യൂണിവേഴ്സിറ്റി വിഷയാവതരണം നടത്തി. സയ്യിദ് KV തങ്ങൾ, ഇബ്രാഹിം സഖാഫി താത്തൂർ, ദുൽകിഫിലി സഖാഫി, അബ്ബാസ് ചാലിയം തുടങ്ങി പ്രമുഖർ പ്രസംഗിച്ചു. ഡേളി ജാമിയ സൈദിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ലിറ്റററി ക്ലബ്ബ് പ്രമുഖ സാഹിത്യകാരൻ സന്തോഷ് പാനയാൽ ഉദ്ഘാടനം ചെയ്തു. വായന മരിക്കുന്ന ലോകത്ത് വിദ്യാർത്ഥികളെ വായനക്കാരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് സ്കൂൾ മാനേജർ അബ്ദുൽ വഹാബിന്റെ അധ്യക്ഷതയിൽ നടന്നത്. വായനയുടെ ആവശ്യതയെക്കുറിച്ചും ഇപ്പോൾ വായന നേരിട്ടുകൊണ്ടിരിക്കുന്ന ശോഷണത്തെക്കുറിച്ചും പ്രിൻസിപ്പൽ MM കബീർ സംസാരിച്ചു. കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സൈദി, ജാഫർ സ്വാദിഖ്, CN ആശംസകൾ നേർന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് യാത്ര ഇനി 2 ദിവസം കൂടി. സംഘർഷാവസ്ഥ തുടരുന്ന മസ്ജിദുൽ അഖ്സയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. ലോകത്തിലെ മികച്ച സർവകലാശാലകളുടെ പട്ടികയിൽ ഇന്ത്യയിലെ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ബാംഗ്ലൂരു സ്ഫോടനക്കേസ് വഴിത്തിരിവിലേക്ക് ആദ്യമായി മഅദനിയെ കാണുന്നത് കോടതിയിൽ വെച്ചെന്ന പ്രധാന സാക്ഷി. യൂണിറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ്, SYSന് പുതിയ 500 യൂണിറ്റുകൾ.
മക്ക ദുരന്തത്തിൽ സന്തോഷിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട BJP നേതാവ് അറസ്റ്റിൽ. മർക്കസിന്റെ നേതൃത്വത്തിൽ പണ്ഡിതർക്കായി സംഘടിപ്പിക്കുന്ന പണ്ഡിത ദർസിന്റെ 4ാം ഘട്ടം വ്യാഴാഴ്ച. RSC UAE നാഷണൽ സാഹിത്യോത്സവ് നവംബർ 20 ഷാർജയിൽ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.